കൊല്ലത്ത് ബസ് കാത്തുനിന്ന അച്ഛനും മകനും പോലീസിന്റെ മർദ്ദനം. കരിക്കോട് സ്വദേശികളായ മുഹമ്മദ് സെയ്ദ്, നാസർ എന്നിവരെ മർദ്ദിച്ചത് കൊല്ലം ഈസ്റ്റ് SI സുമേഷ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കമ്മീഷണർ ഓഫീസ് ഉപരോധിക്കുകയാണ് KSU പ്രവർത്തകർ. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുന്നു കൊല്ലത്ത് നിന്ന്. ഷമീർ, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പോലീസിന്റെ ഭാഗത്തെ വിശദീകരണം എന്താണ്? എപ്പോഴായിരുന്നു ഈ സംഭവം? ലക്ഷ്മിപത്മ, പുലർച്ചെ 4:30 മണിയോടുകൂടി ഇവർ തമിഴ്നാട്ടിൽ നിന്നും ഒരു തീർത്ഥാടനം കഴിഞ്ഞ ശേഷം ഈ പിതാവും മകനും നാസറും അതുപോലെ തന്നെ നാസറിന്റെ മകൻ സെയ്ദുമായി കൊല്ലം ചിന്നക്കട റൗണ്ടിൽ ബസ് കാത്തു നിൽക്കവെയാണ് ഇത്തരത്തിൽ പെട്രോളിംഗിൽ ഉണ്ടായിരുന്ന SI സുമേഷ് വാഹനം നിർത്തി അവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയും പിന്നീട് ഇവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, MDMA കടത്തുകാരാണോ തുടങ്ങിയ കാരണങ്ങൾ ചോദിച്ചപ്പോൾ പിതാവും മകനുമാണ് എന്ന് പറഞ്ഞ ശേഷം വീണ്ടും പ്രകോപിതനായ SI അവരുടെ പാർട്ടി ഐഡന്റിറ്റി ഉൾപ്പെടെ വ്യക്തമാക്കിയെങ്കിലും സ്വന്തം പിതാവിനെ, അതായത് നാസറിനെ മകന്റെ മുമ്പിൽ വെച്ച് അടിച്ച് നിലത്തിടുകയായിരുന്നു ചെയ്തത്. ഇത് തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥനും ഈ സെയ്ദും തമ്മിൽ ഏതാണ്ട് പിടിവലി ഉണ്ടായി. ഇതിനുശേഷം സെയ്ദിനെ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഇവരുടെ പരാതി. ഇതിനുശേഷം ഇവരെ രാവിലെയോടുകൂടി തന്നെ അവിടെ നിന്നും ഈ SI പറഞ്ഞു വിടുകയും ചെയ്തു. ക്രൂരമായി മർദ്ദനം ഇവർ കേട്ടിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് KSU പ്രവർത്തകർ ഇപ്പോൾ കൊല്ലം കമ്മീഷണർ ഓഫീസിന്റെ കവാടത്തിലേക്ക് എത്തി പ്രതിഷേധിക്കുന്നത്. ഇത്തരത്തിൽ നിരപരാധിയായ രണ്ടുപേരെ പോലീസ് മർദ്ദിച്ചിരിക്കുന്നു. ഇപ്പോൾ കൊല്ലം ACP ഇവരുമായി ചർച്ച നടത്തുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മുമ്പും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. മദ്യലഹരിയിലായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ഇവരെ മർദ്ദിച്ചത് എന്നാണ് KSUവിന്റെ ആരോപണം. എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ KSU പ്രവർത്തകരുമായി കൊല്ലം അസിസ്റ്റന്റ് കമ്മീഷണർ ചർച്ച നടത്തുകയാണ്. ഉറപ്പായും ഇന്ന് ഈ ഉദ്യോഗസ്ഥനെതിരെ ഇന്ന് വൈകിട്ട് മുമ്പ് തന്നെ നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ACP KSU പ്രവർത്തകർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ലക്ഷ്മി പത്മ. കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ പങ്കുവച്ചത്.